അർജുനെ ഇനി കണ്ടെത്താനാകില്ലേ? പുഴയുടെ അടിത്തട്ടിലെ വലിയ ആൽമരം, പാറക്കല്ലുകള്. രക്ഷാദൗത്യം അവസാനിപ്പിച്ച് മാൽപ്പെ ഷിരൂരിലെ മണ്ണിടിച്ചിലില് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചില് അവസാനിപ്പിച്ച് മുങ്ങല് വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വര മാൽപ്പെ. പുഴക്കടിയിലെ തിരച്ചില് ദുഷ്കരമാണെന്ന് മാൽപ്പെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പിന്മാറ്റം. അതേസമയം രക്ഷാദൗത്യത്തില് ഇനി എന്ത് എന്ന കാര്യത്തില് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 6 തവണയായിരുന്നു മാൽപ്പെ പുഴയില് ഇറങ്ങിയത്. ഇതില് തന്നെ ഒരു തവണ മാൽപ്പയുടെ ദേഹത്ത് കെട്ടിയിരുന്ന കയറഴിഞ്ഞു പോയി അദ്ദേഹം 150 മീറ്ററോളം ഒഴുകിപ്പോയിരുന്നു. പിന്നീട് നാവികസേനാംഗങ്ങളാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. എന്നാൽ എന്ത് സംഭവിച്ചാലും താൻ അർജുനായി തിരച്ചില് നടത്തുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. ഇന്നും പുഴയുടെ അടിത്തട്ടില് ശക്തമായ ഒഴുക്കുണ്ട്. പരിശോധനയില് അടിത്തട്ടത്തില് വലിയ പാറക്കെട്ടുകളും മരങ്ങളും തടിക്കഷണങ്ങളുമാണ് കണ്ടതെന്ന് മാൽപ്പെ പറഞ്ഞു. അടിഞ്ഞു കിടക്കുന്ന പാറക്കല്ലുകള് കാരണം ലോറിയുടെ അടുത്തേക്ക് പോകാൻ തനിക്ക് സാധിച്ചിട്ടില്ല. കൈകൊണ്ട് തൊട്ട് നോക്കിയാണ് പലതും തിരിച്ചറിഞ്ഞത്. മുങ്ങിത്താഴ്ന്നപ്പോൾ തകരയുടെ ബ്ലേഡ് 2 തവണ ശരീരത്തില് തട്ടിയിരുന്നുവെന്നും മാൽപ്പെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പുഴയില് കുത്തൊഴുക്ക് തുടരുന്ന സാഹചര്യത്തില് ഇനി എന്ത് എന്ന കാര്യത്തില് ആശങ്ക തുടരുകയാണ്. തിരച്ചില് തുടരാൻ സാധിക്കുന്നില്ലെന്നാണ് കാർവർ MLA പറയുന്നത്. ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പുഴക്കടിയില് മണ്ണും ചളിയും കൂറ്റൻ ആൽമരവുമാണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാഹചര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് മഴ തുടരുന്നത് രക്ഷാദൗത്യം അനിശ്ചിതത്തിലാക്കിയിട്ടുണ്ട്. ഇനിയും 21 ദിവസം ഇവിടെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പുഴക്കടിയിൽ നിന്ന് മണ്ണ് മാറ്റാൻ ആവശ്യമായ യന്ത്രങ്ങള് തമിഴ്നാട്ടില് നിന്നാണ് എത്തിക്കേണ്ടത്. അത് റോഡ് മാർഗമേ എത്തിക്കാൻ സാധിക്കുള്ളൂവെന്നും MLA അറിയിച്ചു. അതേസമയം അർജുനായുള്ള തിരച്ചില് അവസാനിപ്പിക്കരുതെന്നും പ്ലാൻ B ആലോചിക്കണമെന്നും കാസർഗോഡ് MLA KM അഷ്റഫ് പറഞ്ഞു. കലക്ടർ അടക്കമുള്ളവർ ഇനി എന്ത് എന്നാണ് ചോദിക്കുന്നത്. നിലവിലെ തിരച്ചില് അനിശ്ചിതത്വത്തിലാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര് ചർച്ച ചെയ്ത് പ്ലാൻ B യെ കുറിച്ച് ആലോചിക്കണമെന്നും MLA കൂട്ടിച്ചേർത്തു.